ഹായ്, അപ്പോൾ ഇതാക്കൂടെ പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാക്കൂടെ ഞാൻ ചോക്ലേറ്റ് കേക്കാട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടി ഇതാക്കൂടെ ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അര കപ്പ് കൊക്കോ പൗഡർ ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാക്കൂടെ ഒരു 3/4 കപ്പോളം പഞ്ചസാര പൊടിച്ചതാട്ടോ, അതും കൂടെ ചേർത്തിട്ട് വെള്ളം പറന്ന് ഇതാക്കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കട്ടകൾ ഒട്ടും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാട്ടോ ആവേണ്ടത്. ഇനി ഇതാ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. ഇനി ഒരു ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുക്കട്ടോ. അതിലിതാ ഞാൻ നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും നെയ്യൊന്ന് തേച്ച് കൊടുക്കുക. ഇനി ഈ ഒരു മാവ് ഉണ്ടല്ലോ, നമ്മളെ ചോക്ലേറ്റ് മാവ്, അത് ഇതാക്കണം ഓരോ എന്തെങ്കിലും പാർന്ന് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ ഒരു ഡയറി മിൽക്ക് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡയറി മിൽക്ക് നമുക്ക് ഇതിൻ്റെ മേതായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏത് ചോക്ലേറ്റും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതാക്കണം ഞാൻ സിമ്മിലിട്ടിട്ട് ഒരു അരമണിക്കൂറോളം ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ഇതാക്കണം ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല പൊങ്ങി വന്ന് ഒന്ന് പൊട്ടി ഇതായിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വെന്തതുകൊണ്ടാണ് അങ്ങനെ ആയിട്ടുള്ളത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതാ ഒട്ടും ആ ഒരു പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ആ പാത്രത്തിൽ നിന്ന് എടുക്കുന്നത്. അപ്പത്തിന് ഇതാ പാത്രത്തിൽ നിന്ന് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കേക്ക്. ഇനി ഇതാ ഒന്ന് നമുക്ക് മുറിച്ച് നോക്കട്ടെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട്. വാവ്, കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനാണെങ്കിലും. അപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിങ്ങനെ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാട്ടോ. നല്ല ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.